വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നീ പഠിക്കും. അതത്രേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി നീ ആയിട്ട് വിചാരിക്കും. കാരണം പഠിച്ചിട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. വെൻ യു ആർ സിവിലൈസ്ഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടം. അത് എന്തൊക്കെ തന്നെ നമ്മൾ റൂഡായിട്ടുള്ള നീ ദേഷ്യപ്പെട്ടതിന് കാരണമുണ്ട്. ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഇത്രമാത്രം വാസ്റ്റ് ഓപ്പറേഷൻ നടന്നിട്ടും ആളുകൾ പറയുന്നത് ഇതിന് ലോ പ്രൊഫൈൽ ജോബാണ്, ഇതിൽ ഇന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കുറെ തെറ്റിദ്ധാരണകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ ഓട്ടോമാറ്റിക്, ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നു വേൾഡിൽ ഏറ്റവും നമ്പർ 1 എത്താനായിട്ട് അറിവില് ഞാൻ പറയും. ഇവിടുന്ന് പുറത്തു പോയിട്ടുള്ള, അതായത് അബ്രോഡ് പോയിട്ടുള്ള പല ആൾക്കാർ ഗൾഫിലായാലും എല്ലാവരും തിരിച്ചിങ്ങോട്ട് വരും. Because they can earn that amount in Trivandrum. അത് പിന്നെ ചിലർ വന്നിട്ട് കള്ളമാണോ പറയുന്നത്, ശരിക്കുള്ളതാണോ, നമ്മളെ അനുഭവമാണ് പറയുന്നത് ഇവിടെ. വെൽക്കം ഓൾ. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാർ ജോലിക്ക് കയറിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അല്ലേ. അതിൽ വെയർഹൗസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ പലർക്കുമുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയാം. നമ്മോടൊപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് സജിത് സാറാണ്. അദ്ദേഹം ലോജിസ്റ്റിക്സ് ഫാക്കൽറ്റിയാണ്, അതിനോടൊപ്പം തന്നെ നല്ലൊരു കൺസൾട്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. സാർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. സാർ, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മേലെ സാറിന് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ അല്ലേ. സാർ ആദ്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറിയ സമയത്തും ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെയാണ് സാറേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പഠിക്കുന്ന ടൈമിൽ നമുക്ക് ശരിക്കും ഇൻഡസ്ട്രി എന്താണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. കാരണം നമ്മൾ വൺസ് അതിൽ കയറിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് പിടികിട്ടുള്ളൂ. നമ്മൾ പഠിക്കുമ്പം ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ പൊതുവെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലൈക്ക് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ജോലി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പം ജനറലായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷെ അതായിരിക്കില്ല ഒരു ഇൻഡസ്ട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖല കാണും, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ വെയർ ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പം വെയർ ഹൗസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിസ്കോൺസെപ്റ്റ് തന്നെ പറയാം അതിന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പിക്കിംഗ് ആൻഡ് പാക്കിംഗ് ആണ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണെന്നുള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണ. അത് ശരിയാണ്. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ വിചാരിക്കുന്നത് പിക്കിംഗ് പാക്കിംഗ് ലോഡിങ് അൺലോഡിങ് ഈ ജോലിക്ക് ഇത്രയൊക്കെ പഠിക്കണം, ഇതിനൊക്കെ പഠിക്കണോ, ആരോഗ്യം പോരെ. ഇത് കാരണമാണ് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നം വരുന്നത്. ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പെണ്ണുങ്ങൾക്ക് പറ്റൂല, ആണുങ്ങൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ പണി. അത് ഈ ലോഡിങ് വിചാരിക്കണേ ആണുങ്ങൾക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് പൊക്കിക്കോളും, പെണ്ണുങ്ങളല്ലേ അവര് മൂലക്കിരുന്നോളൂ. തീർച്ചയായും അതാണ് ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായ ഒരു കോൺസെപ്റ്റാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. ആക്ച്വലി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണ് ഈ പ്രോപ്പറായിട്ട് ഒരു വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ലേഔട്ടിൽ എങ്ങനെ ആ ഈ പ്രോഡക്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു, എങ്ങനെ ആ ഓൺ ടൈം ഡെലിവറി ചെയ്യുന്നു, ഈ കിട്ടുന്ന ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ഈ മൂവ്മെൻ്റ് ഒക്കെ നോക്കുന്നത്. അതെങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മാനേജ്മെന്റ് വേണം. അതിനാണ് വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും പറഞ്ഞൊരു സാധനം തുടങ്ങി. അതിന് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നൊരു ക്ലബ്ബ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോ പ്രൊഫൈൽ ജോബാണെന്ന് ഒരേ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. സാലറി ഒന്നും കിട്ടൂല, കുറഞ്ഞ സാലറിയാണ്. അപ്പം അത് സത്യത്തിൽ അതിലോട്ട് ഇറങ്ങാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഈ പറയുന്നത്. ഒരിക്കലും ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ടൈമിൽ സീരിയസ് ആയിട്ട് പറയാണ്, എനിക്കൊരു ഒന്നും അറിയത്തില്ലായിരുന്നു. ലൈക്ക് നമുക്ക് ഇവിടെ വെയർ ഹൗസിൽ ജോലി കിട്ടുമോ, മറ്റേ വേറെ ഏതെങ്കിലും കമ്പനി കിട്ടുമോ. പക്ഷേ വൺസ് ഞാൻ ആ കമ്പനി ജോലി കിട്ടിയതിന് ശേഷമാണ് മനസ്സിലായത് വെയർ ഹൗസ് എന്താണ്, അവിടുത്തെ ഓപ്പറേഷൻസ് എന്താണ്. അതേപോലെ നമ്മളിപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നു. നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റായിട്ടും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ലോജിസ്റ്റിക്സിൽ. ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ പറയുന്ന വെയർ ഹൗസും ഡിസ്ട്രിബ്യൂഷനും മാത്രമല്ല, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഓരോ ആൾക്കാരുമായിട്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാ കമ്പനികളിലും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്താണ് ലോജിസ്റ്റിക്സിൽ മാർക്കറ്റിംഗ്? എന്താണ്
ഇപ്പൊ ഈ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെ നമ്മൾ ഏത് വെയർ ഹൗസിലാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടല്ലോ, നമുക്ക് എല്ലാ പ്രോഡക്റ്റും എല്ലാ വെയർ ഇല്ല. ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്ത സമയത്ത് കോൾഡ് വെയർ ഹൗസ് സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കോൾഡ് വെയർ ഹൗസിൽ മാത്രം കണ്ടുവരുന്ന കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ഇല്ല സാറേ, ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, അതായത് അതിലായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം വർക്ക് ചെയ്തത്. അപ്പോൾ ഈ പെരിഷബിൾ ഗുഡ്സ് മാത്രം വെക്കാനേ പറ്റുള്ളൂ, ആ ഒരു സെറ്റപ്പിലാണ് പോയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ വേറെ ഇഷ്ടംപോലെ വെയർ ഹൗസുകൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് ആളുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പൊ ഞാൻ കോൾഡ് സ്റ്റോറേജ് എന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എൻ്റെ നാടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിശയം. ആലപ്പുഴയിലൊക്കെ ഇഷ്ടം പോലെ കോൾഡ് വെയർ ഹൗസ് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ നോക്കുന്നതൊക്കെ വലിയ വലിയ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കാര്യം അറിയുന്നില്ല. അവരുടെ മെയിൻ്റനൻസ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർ എന്തൊരു സിസ്റ്റത്തിലാണ് അവർ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ബിസിനസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ കേരളത്തിൽ തന്നെ പഠിച്ചതിനാൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് അറിയുന്നില്ല, ഈ ഇൻഫർമേഷൻ അവരുടെ കാതിൽ എത്തുന്നില്ല. അവർക്ക് സ്വന്തം നാട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇവിടെ ഇഷ്ടംപടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അടുത്തത് വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കോൾഡ് സ്റ്റോറേജ് ഉണ്ടാവും, ഇഷ്ടംപടി വെയർ ഹൗസ്, ഇഷ്ടംപടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാലേ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പിള്ളേർക്കിടയിൽ എത്തുന്നില്ല. അതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് നല്ലൊരു ആള് തന്നെ വേണം അല്ലെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ വേണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും പറഞ്ഞാലും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മളിവിടെ മാർക്കറ്റിംഗ് അല്ല ചെയ്യുന്നത്, നമ്മളിവിടെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസാണ് ഇത് ആക്ച്വലി. കറക്റ്റ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വഴി പിള്ളേർക്ക് എത്തത്തുള്ളൂ, അല്ലാതെ പഠിച്ചു കഴിഞ്ഞോടെ ജോലി അല്ല. വേറൊരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ പിള്ളേർക്കിടയിലുള്ള വേറൊരു കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 30-35,000 രൂപ കിട്ടും. ആക്ച്വലി അത് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ MNC ആണ്, ഇപ്പം എറണാകുളത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പം IT കാർക്ക് കിട്ടുന്ന ശമ്പളം ആയിരിക്കില്ല ലോജിസ്റ്റിക്സുകാരന് കിട്ടുന്നത്. അവരുടെ ജോലി വേറെ, നമ്മുടെ ജോലി വേറെ. കറക്റ്റാണ്. എന്നാൽ ഈ 2 പേരെക്കാളും ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ബിസിനസ്സുകാരായിരിക്കും. ചെറുകട ബിസിനസ് ആയാലും ശരി, ഒരു ദിവസം ചിലപ്പോൾ നല്ല 5,000-10,000 രൂപയൊക്കെ വരുമാനം. അപ്പം നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ, എവിടെ ചെയ്യുന്നോ, ഏത് കമ്പനി ചെയ്യുന്നോ ഉള്ളതാണ്, അവിടെയാണ് നമ്മുടെ സാലറി പാക്കേജ് വരുന്നത്. പക്ഷെ എന്നാൽ പോലും പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 20K ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡിൽ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാലിബർ ഉണ്ടോ, ദേ ക്യാൻ ഗ്രോ. ഈ കാര്യങ്ങൾ പഠിക്കുക. അതായത് ആക്ച്വലി നമ്മൾ പറയാം, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുള്ളതാണ്, പഠിക്കുന്ന ടൈമിൽ പഠിച്ച് കാണത്തില്ല നമ്മൾ അല്ലേ. പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നീ പഠിക്കും, അതത്രേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി നീ ആയിട്ട് വിചാരിക്കും. കാരണം പഠിച്ചില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല. വെയർ ഹൗസിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോഡക്റ്റ് ഇന്ന കമ്പനിയുടെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, സിസ്റ്റം പോലും നോക്കാതെ പറയും. പക്ഷെ വേറൊരു കാര്യം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വെയർ ഹൗസിലൊക്കെ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ സാറ് സൂചിപ്പിച്ചില്ല പിക്കിംഗ് പാക്കിംഗ്, ശരിക്കും പറഞ്ഞാൽ ഈ പിക്കിംഗ് പാക്കിംഗ് വെയർ ഹൗസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അത് അവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് മാത്രമല്ല അവരുടെ ജോലി. ഇതാണ് അവരെ മനസ്സിലാക്കേണ്ട കാര്യം. ഇതാ പിക്കിംഗ് ആൻഡ് പാക്കിംഗ് നിൽക്കണ എന്തിനാ? പിക്കിംഗ് ആൻഡ് പാക്കിംഗ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവർക്കറിയില്ല. അതാണ് അത്. ഇത് തന്നെ തുടക്കം ABCD വെച്ച് തന്നെ തുടങ്ങണ്ടേ? അങ്ങനെയാണല്ലോ, എന്നാലല്ലേ നിങ്ങൾക്ക് കൂട്ടക്ഷരം എഴുതാനും മറ്റേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നിങ്ങൾ അത് ചെയ്യണ്ട, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അതിന്റെ ഇൻചാർജ് ആയ പോരെ. അതെ, എന്നിട്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. ഇൻചാർജ് ജോലി കാര്യങ്ങളൊക്കെ പറയില്ല. ഇവിടെയൊക്കെ ഇൻവെന്ററിയുടെ കൺട്രോൾ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. പെൺപിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ ജോലിയാണ്. ശരിക്കും പറഞ്ഞാൽ പെൺപിള്ളേർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ല, അത് എത്തുന്നില്ല. അവരോട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഗൂഗിൾ സെർച്ചിൽ നമ്മൾ പോയി വെയർ ഹൗസ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഒരാള് ഒരു തൊപ്പിയും വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ലോഡ് ചെയ്യുന്ന, ഇത് മാത്രമാണ് അവരുടെ കോൺസെപ്റ്റ്. ലോഡിങ്ങിന് അവിടെ വേറെ ലേബേഴ്സ് ഉണ്ട്, അവർ ചെയ്തോളും. ഇന്നേ വരെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് എന്താ പറയാ, മറ്റേ ഫോർക്ക് ലിഫ്റ്റർ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നവര് മാത്രമേ. ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഫോർക്ക് ലിഫ്റ്റിന്റെ ഓപ്പറേറ്ററിന് ലൈസൻസ് കാര്യങ്ങളൊക്കെ നല്ല സാലറി. ഇതൊന്നും ആർക്കും അറിയുന്നില്ല. അപ്പം ആക്ച്വലി ഇതിനെ കുറിച്ചൊന്നും അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ
ചുമ്മാ അങ്ങ് ഒരു ധാരണയിൽ എത്താൻ പാടില്ല. പിന്നല്ലാതെ ഞാൻ പറയട്ടെ സാറേ, ഇപ്പൊ ഈ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ ERP സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ SAP, അതിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് മാത്രം പഠിച്ചാൽ തന്നെ ഈ വെയർഹൗസിലും ലോജിസ്റ്റിക്സിലൊക്കെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എവിടെ ചെന്നാലും ജോലിയുണ്ട്. കാരണം ഈ നേരത്തെ സാറ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി, നെതർലാൻഡ്സിന്റെ കാര്യം. നെതർലാൻഡ്സിൽ വെയർ ഹൗസ് തുടങ്ങുന്നത് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് വർക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ആൾക്കാരാണ്. കാരണം അവിടുത്തെ ലോക്കൽ സിറ്റിസൺസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ടൈം മാനേജ്മെന്റ് മെയിനായിട്ട് നോക്കും, വർക്ക് നോക്കത്തില്ല. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണെന്നാണ് ഒരു കോൺസെപ്റ്റ് അവർക്ക്, യൂറോപ്യൻ കൺട്രി. പക്ഷെ യൂറോപ്പിലൊക്കെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള സിറ്റിസൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആണുങ്ങൾക്കും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജെൻഡറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. അത് നമ്മളായിട്ട് വിചാരിക്കുന്നതാണ് ജെൻഡർ സ്പെസിഫിക്. ഇത് അവർക്ക് പറ്റത്തില്ല, അവർക്ക് ഇത് പറ്റത്തില്ല, അങ്ങനെയൊന്നുമല്ല. സീരിയസ്ലി ലോജിസ്റ്റിക്സിൽ പെണ്ണുങ്ങൾ ഉള്ളത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു ടീമിൽ. കാരണം അവരുടെ ചിന്ത കൂടുതലാണ്, ആണുങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു ഉപരി കൂടുതലാണ്. അത് സൈക്കോളജിയാണ്. അത് വന്നിട്ട് നമ്മളായിട്ട് പറയുന്നതല്ല, പക്ഷെ അത് സൈക്കോളജിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടും. കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആണുങ്ങളായിരിക്കും, അല്ലേ? കാരണം അവരുടെ ഐഡിയാസ് കിട്ടി. കാരണം ഒരു ടീം ഇവന്റ് ആകുമ്പോഴത്തേക്കും ഇവരുടെ ഐഡിയാസും ഇതും നോക്കിയിട്ട് നമ്മുടെ എബിലിറ്റിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടീം തീർച്ചയായും സക്സസ് ആവും. അതെ, എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഡോക്യുമെന്റേഷൻ ഏരിയയിലും അതേപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനും നമ്മൾ പറയുന്ന ടെലിഫോണിക് കോൺവെർസേഷൻസ്, പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ERP സോഫ്റ്റ്വെയറിലാവുമ്പോൾ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ, സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ആണുങ്ങളാവുന്ന സമയത്ത് അവർക്ക് മറ്റേ ത്രോപുട്ട് അതിലൊക്കെ അവർക്ക് പറ്റില്ല. പുട്ട് വേ പ്രോസസ്സിംഗ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഇവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ആളുകൾക്ക് അത്ര വലിയ ധാരണ അറിയാത്തത് കൊണ്ടാണ്. സീരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, പക്ഷെ എത്തിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ലോജിസ്റ്റിക്സ് പഠിച്ചാൽ ജോലി കിട്ടും, എന്താ ലോജിസ്റ്റിക്സ് പഠിക്കണ്ടേ? അത് ചെയ്യില്ല. പഠിച്ചാൽ എന്ത് ജോലി കിട്ടും എന്നുള്ളത്, എന്ത് ജോലിയാണ് നിനക്ക് പറ്റുന്നത്. നിനക്ക് ഇപ്പം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് പോകാം. മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓടി നടന്ന് സാധനം വിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് അല്ല. ഇവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീല്, എങ്ങനെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു പെരുമാറ്റം വെക്കുന്നു, കസ്റ്റമർ സപ്പോർട്ട്, അതിനുശേഷം എങ്ങനെ നമ്മൾ ആ ബിസിനസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് ഒരു 40 ടണ്ണാണ് ഒരു മാസം, ഓരോ മാസം തോറും തരും. അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് ആ 40 ടൺ 60 ടൺ ആക്കണം. അവരോടുള്ള വിശ്വാസം കൊണ്ടുവരണം, ട്രസ്റ്റ് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ആക്ച്വലി മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്ന അവരാണ്. അവരില്ലാതെ ഏതൊരു കമ്പനി ആയാലും ശരി മാർക്കറ്റിങ്ങും ഇതും ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പം അവർ എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെ കൺവിൻസ് അല്ല ആക്ച്വലി. അവർ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി സർവീസിന്റെ ഒരു പൊരുൾ പറഞ്ഞു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിസിനസ് തരാനായിട്ട് അവർക്കും തോന്നും. ഇഫ് ദേ ആർ ഹാപ്പി വി ആർ ഹാപ്പി. സിമ്പിൾ കാര്യം. അതെ, കോൺസെപ്റ്റ്. കസ്റ്റമർ ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കിങ് അല്ലേ? അതിൽ യാതൊരു മാറ്റവും. എന്തൊക്കെ തന്നെ ആയാലും അവസാനം കസ്റ്റമർ തന്നെയാണ്. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ സർവീസിൽ തീർച്ചയായും ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ ഈ ആൾ നല്ലോണം അഭിനയിച്ചു എന്ന് പറയണമെങ്കിൽ ദേ ഹാവ് ടു ഡു ദി എഫേർട്ട്, അല്ലേ? അത് ഏത് മേഖലയിലും അത് ആരായാലും ശരി, എത്ര വലിയ നടനായാലും ശരി നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ഒരാൾ ഇയാൾ നമുക്ക് വേണ്ടി നല്ലോണം വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ പെർഫോം ചെയ്തേ പറ്റൂ. അതിന് എന്ത് ഐഡിയ വേണേലും ഇടാം.